ആയതുകൊണ്ട്, സത്യവിശ്വാസികളായതുകൊണ്ട് അവർക്ക് പരലോകത്തിൽ എന്തൊക്കെ അള്ള പ്രതിഫലം നൽകും എന്ന് അറിയിക്കുക. ഇത് വഹാദ ജസാഉ അഹ്ലിൽ ഈമാൻ, ഇത് ഈമാന്റെ ആൾക്കാർക്കുള്ള പ്രതിഫലമാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പോഴും ഇത് എവിടേക്ക് എത്തുന്നത് അള്ളാഹുവിലുള്ള ഈമാനിലേക്കാണ് എന്നർത്ഥം. വൈമ ഇഖ്ബാർ അനിൽ കാഫിരീന, അതല്ലെങ്കിലോ കാഫിരീങ്ങളെ പറ്റി പറയുന്നതാണ് ഖുർആൻ എടുത്താൽ പിന്നെ കാണാം. വമാ ഫഅലല്ലാഹു ബിഹിം ഫി ദുനിയാ മിനൻ നിക്കാൽ, ഈ ദുനിയാവിൽ തന്നെ കാഫിറുകളായ അവിശ്വാസികളായി ജീവിച്ചത് കൊണ്ട് അവർക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷയെപ്പറ്റി. വമാ സയഫ്അലു ബിഹിം ഫിൽ ആഖിറ, ഇനി പരലോകത്തിൽ അവരെന്ത് ചെയ്യും എന്നുള്ള അറിയിപ്പ്. വഹാദ ജസാഉ മൻ അറള അനിൽ ഈമാൻ, ഇത് ഈമാനിൽ നിന്ന് അകന്നത് കൊണ്ടുള്ള അവർക്കുള്ള ശിക്ഷയാണ്. അപ്പൊ ഫൽ ഖുർആൻ കുല്ലുഹു, അപ്പൊ ഖുർആൻ മുഴുവനും ഹദീസ് അനിൽ ഈമാനി ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന വിഷയം പറയാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തി കാണേണ്ടതില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയ മൊത്തത്തില് അത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അതുപോലെ അവന്റെ വിശേഷണങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു 10,062 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഗവേഷണം നടത്തി പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നതാണ്. ഖുർആൻ എടുത്തു നോക്കിയ അള്ളാഹുവിനെ പറ്റി, അവന്റെ നാമങ്ങളെപ്പറ്റി, വിശേഷണങ്ങളെപ്പറ്റിയൊക്കെ എത്ര പ്രാവശ്യം വന്നു ചോദിച്ചാൽ ഏകദേശം ഒരു 10,000-ൽ പരം. അപ്പൊ ഒരു പേജിൽ തന്നെ ഏകദേശം 20-ൽ പരം റബ്ബിനെ പറ്റി, അവന്റെ നാമങ്ങളെപ്പറ്റി, അവന്റെ വിശേഷണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നർത്ഥം. ഹദീസ് പിന്നെ ഇങ്ങനെ ആരും ഗവേഷണം നടത്തിയിട്ടില്ല. ഹദീസ് എടുത്താൽ കണ്ടമാനതുപോലെ കിട്ടും. റബ്ബിനെ പറ്റി പറഞ്ഞത്, അവന്റെ ദാത്തിനെ പറ്റി, അവന്റെ വിശേഷണങ്ങൾ, പ്രവൃത്തികൾ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഈ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇത് തന്നെ എന്ന രൂപത്തിൽ പറഞ്ഞാൽ പോലും മറ്റതൊക്കെ ഇതിലേക്കാണ്. ശേഷം പറയുന്നതൊക്കെ ഈ അൽ ഈമാൻ ബില്ലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഖുർആൻ മുഴുവനും അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന നിലക്കാണ് ചർച്ച ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും എന്നാണ് ഇവിടെ പറയപ്പെട്ടത്. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, അൽ ഈമാനു ബില്ലാ, അദ്ദേഹത്തിന്റെ ഇബ്ൻ തൈമിയയുടെ അൽ അഖീദത്തുൽ വാസിത്തിയുടെ വിശദീകരണം ഇബ്നു ഉസൈമീൻ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന വാചകമാണ് ഞാൻ പറയുന്നത്. അൽ ഈമാനു ബില്ലാ യതളമ്മൻ അർബഅത ഉമൂർ, അള്ളാഹുവിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ അടങ്ങിയതാണ്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് 4 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഏതൊക്കെ? ഒന്ന് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹുവിന്റെ അസ്തിത്വം, അതിലുള്ള വിശ്വാസം. അള്ളാഹു ഉണ്ട്, അവന്റെ വുജൂദ്, അവന്റെ ഉണ്മ, അതിലുള്ള ഈമാൻ. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബി റുബൂബിയത്തി, അവന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്ന് അവന്റെ വുജൂദിലുള്ള വിശ്വാസം, വുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്ത. മറ്റൊന്ന് റുബൂബിയത്തിലുള്ള ഈമാൻ. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ഉലൂഹിയ, ഉലൂഹിയത്തിലുള്ള ഈമാൻ. നാലാമത്തെ അൽ ഈമാനു ബി അസ്മാഇഹി വ സിഫാത്തിഹി, അള്ളാഹുവിന്റെ നാമങ്ങളിലും അവന്റെ വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം. ഒരാൾ അള്ളാഹുവിന്റെ സത്തയിൽ അവനുണ്ട് എന്നതിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവൻ റുബൂബിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ മോമിനല്ല. ഇനി ഒരാൾ റുബൂബിയത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ മോമിനല്ല. ഇനി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കുന്നില്ലെങ്കിലോ ഇവരൊന്നും എന്തല്ല, മോമിനീങ്ങളല്ല എന്നാണ് ഈ 4 കാര്യം പറയുന്നതിൽ നിന്ന് മനസ്സിലാവുക. അത് അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാ കാല ഖൈലിന് ഒരാൾ ചോദിച്ചു എന്ന് വെക്കുക, മദ്ദലീലു അലാ വുജൂദില്ല. ആദ്യത്തെ വിഷയം പറയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം 4 കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഈമാൻ. അതുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് തെളിവ്, അള്ളാഹ് ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ ഖുൽന, അതിന് നമ്മൾ മറുപടി പറയും, അതിന്റെ തെളിവൊന്ന് ഫിത്രത്താണ്. ഫിത്രത്ത് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതം തന്നെ. വേറൊന്ന് ഹിസ്സാണ്, അനുഭവം. അള്ളാഹ് ഉണ്ട് എന്നുള്ള എന്താ തെളിവ്? അനുഭവം തന്നെ. വേറൊന്ന് അഖിലാണ്, ബുദ്ധിയാണ്. വേറൊന്ന് ശറഅാണ്. ഇങ്ങനെ 4 തെളിവുകളാണ്. അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് പറയുന്നത്.
അതുകൊണ്ട് ഇനി ഫിത്രത്തിനെ പറ്റി പറയാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതം എന്നുള്ള പറയും. ശുദ്ധ പ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രകൃതം ഏകനായ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം നമ്മുടെ പ്രകൃതത്തിൽ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും ആ മനുഷ്യന് അള്ളാഹുവിനെ പറ്റി ബോധമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. കാരണം അവന്റെ ഫിത്രത്തിൽ അവന്റെ ശുദ്ധമായ പ്രകൃതം അങ്ങനെയാണ്. സൃഷ്ടാവിനെ പറ്റി ബോധമുണ്ട്. ആ ചിന്ത അവന്റെ മനസ്സിൽ അള്ളാഹ് ഇട്ടുകൊടുത്തതാണ്. അതിനെന്താ തെളിവ്? അത് ആ പരിശുദ്ധ ഖുർആൻ പറയാണ്. സൂറത്ത് അഅറാഫിൽ 172, 73, 74 വചനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത് കാണും. ഏത്? അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നമ്മുടെ മനസ്സിൽ, മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹ് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹ് ഉണ്ടെന്നുള്ള തെളിവ് ശുദ്ധ പ്രകൃതി തന്നെയാണ് എന്നർത്ഥം. ആയത്ത് ഇങ്ങനെയാണ്: വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം. നിന്റെ റബ്ബ് എടുത്ത സന്ദർഭം ഓർക്കുക. ആദമിന്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന് ദുര്രിയത്വവും മക്കളെ പുറത്തെടുത്തു. എന്നിട്ട് അഷ്ഹദും അവരെ സാക്ഷ്യം വഹിപ്പിച്ചു. എല്ലാ അൻഫുസിഹിം അവർ സാക്ഷികളാക്കണം അവരെ തന്നെ. എന്താ പറയുന്നത്? അലസ്തു ബി റബ്ബിക്കും. ഓരോരുത്തരോടും അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലു, എല്ലാവരും പറഞ്ഞു, ഈ ഭൂലോകത്ത് വരാനുള്ള മനുഷ്യർ മുഴുവനും അവർ ഈ ലോകത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് സാക്ഷ്യം വഹിപ്പിച്ചിട്ടുണ്ട്, അവരെ സാക്ഷികളാക്കിയിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പൊ ഖാലു, എല്ലാവരും പറഞ്ഞു, ബല, അതേന്ന്. ഷഹീദിന്, അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ സാക്ഷ്യം വഹിപ്പിച്ചത്? ഇങ്ങനെ ഒരു ബോധം അൻതഖൂലു, നിങ്ങൾ പറയാതിരിക്കാനാണ്. യൗമൽ ഖിയാമത്ത്, ഖിയാമത്തിന്റെ അന്ന്, ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിൽ, ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്നൊരാൾക്കും പറയാൻ കഴിയും. അത് അവിടെ വന്ന ഒരാൾക്കും പറയാൻ കഴിയും. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബോധം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്നൊന്നും അവിടെ ഒന്നും പറയാതിരിക്കാനാണ് ഈ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൂട്ടി ഉറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങളുടെ ചരിത്രവും മറ്റൊക്കെ പറയുമ്പോൾ ഈ വിഷയത്തിൽ ഈ വിഷയം പഠിച്ച നരവംശ ശാസ്ത്രകാരന്മാർ പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞതാണ്, ഒരു പൂച്ചയ്ക്ക് മാംസം പോലെ, അതുപോലെ ആടിന് പുല്ല് പോലെ മനുഷ്യന് ദൈവവിശ്വാസം അവന്റെ പ്രകൃതിയിൽ വിലീനമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം പൂച്ചയ്ക്ക് അതിന്റെ കണ്ണൊക്കെ കീറിക്കഴിഞ്ഞാൽ അതിന് ഇന്ന ഭക്ഷണം തേടിപ്പോകണമെന്ന് ഒരാൾ കാത്തിരിക്കുകയും വേണ്ട, ഒറ്റയ്ക്ക് പോകും. അതതിന്റെ പ്രകൃതത്തിൽ ഉള്ള ഊട്ടിയിട്ട്. അതുപോലെ ആടാണെങ്കിലും തിന്നാവുന്ന പ്രായത്തിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്വയം പോകും. അതിനൊരാൾ പ്രത്യേക ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇതുപോലെ മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹ് ഊട്ടിയിട്ടുണ്ട് ഈ ദൈവബോധം എന്ന് പറയുന്നത്. ഇതാണ് ഇവർ പറയുന്നത്. ആ പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്നർത്ഥം. ഇനി ആ ആയത്തിന്റെ ബാക്കി ഭാഗമാണ് ഔ തഖൂലു. ഇങ്ങനെ ഒരു ബോധം മാത്രമല്ല, ഈ ബോധം മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ വന്നത്. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള ബോധം മാത്രമല്ല, പിന്നെയോ ആ സൃഷ്ടാവ് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്നുള്ള കാര്യവും കൂടി എന്തുണ്ട്? നമ്മുടെ മനസ്സിലുണ്ട്. അതാ പിന്നെ പറഞ്ഞ ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ. ഇന്നമ അശ്റക ആബാവുന, ഞങ്ങളുടെ വാപ്പമാരൊക്കെ ശിർക്ക് ചെയ്ത് ഇങ്ങനെ പോന്നു, മീൻ ഖബലു, മുമ്പ്. കുന്ന ദുര്യത്തം മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ള മക്കളല്ലേ ഞങ്ങൾ, ഒരു ശിർക്ക് ചെയ്തപ്പോൾ ഞങ്ങളും ഇങ്ങനെ ചെയ്തു പോന്നു എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാനാണ്. അപ്പൊ അതിനൊന്നും തെളിവില്ല എന്നർത്ഥം. ഓരോരുത്തരും ശുദ്ധമായ പ്രകൃതം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥ ഇലാഹ്, അവൻ അൽ ഇലാഹാണ്, അതാണ് അള്ളാഹു എന്നായതെന്നൊക്കെയാണ് ഒരു പറ്റും പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ സാക്ഷാൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ആരാധനക്ക് യഥാർത്ഥത്തിലുള്ള അർഹൻ, അതൊക്കെയുള്ള അള്ളാഹു എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഈ ഒരു ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത എന്തിനാ ഇട്ട് കൊടുത്ത്? നാളെ പരലോകത്ത് വരുമ്പോൾ ഇതിനെ പറ്റിയൊന്നും ഞങ്ങൾക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയാതിരിക്കാനാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു കസീർ എന്ന മുഫസ്സിർ ഇദ്ദേഹം വിശദീകരിക്കണം നോക്കിക്കൊണ്ട്, യുഹിബ്റുല്ലാഹു തആല, അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്, അന്നഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തഖ്റജ, പുറത്തെടുത്തു, ദുര്യത്ത ബനി ആദം, ആദമിന്റെ മക്കൾ
എല്ലാ കുട്ടികളെയും പുറത്തെടുക്കും. അത് നമുക്കിപ്പോൾ അറിയില്ല, പക്ഷെ നമ്മളെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ച അള്ള എല്ലാ പിൽക്കാലത്ത് വരാനുള്ള എല്ലാ മക്കളെയും ആദം അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് അദ്ദേഹത്തിലൂടെ വരുന്ന എല്ലാവരെയും പുറത്തെടുപ്പിച്ചു. അതാ ഷാഹിദീൻ അലാ അൻഫുസിഹിം, അവരോട് സാക്ഷ്യം വഹിപ്പിക്കണം. അവർ സാക്ഷികളായിട്ടുണ്ട്. അന്നല്ലാഹു റബ്ബ്, അള്ളാഹുവാണ് അവരുടെ റബ്ബ്. വ മലീക്കും, അവരുടെ രാജാവ്. വ അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനേ ഇല്ല. കമാ അന്നഹു തആല ഫതറഹും അലാ ദാലിക്, ഈ കാര്യം അവരുടെ പ്രകൃതത്തിൽ അള്ള ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതിനെന്താ വേറെ തെളിവും കൂടി കൊടുക്കുകയാണ്. വ ജബലവും അലി, അങ്ങനെ ഒരു പ്രകൃതമാണ് ഒരു കൊടുത്തത്. അതിന്റെ തെളിവെന്താ? കാലത്തായാലും അള്ള പറഞ്ഞു. ഇബ്നു കസീർ തെളിവ് പിടിക്കണം വേറെ ആയത്തിൽ. ഫഅഖിം വജ്ഹക, ആകയാൽ താങ്കൾ താങ്കളുടെ മുഖത്തെ തിരിക്കുക. ലിദ്ദീനി, ദീനിന് മുഖത്തെ തിരിക്കുക. എങ്ങനെ? ഹനീഫൻ, ഹനീഫായിട്ട്. ഹനീഫ് എന്ന റബ്ബിലേക്ക് മാത്രം തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചായണ്ട. നല്ല തൗഹീദ്. ഫിത്രത്തുള്ള, അതാണ് അള്ളാഹ് ഉണ്ടാക്കിയ ഫിത്രത്ത് എന്നാണ്. അല്ലത്തി ഫതറൻ നാസ അലൈഹ, മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല അപ്പൊ സൂറത്ത് റൂമിലെ 30-ാമത്തെ ആയത്ത് അദ്ദേഹം തെളിവാക്കുകയാണ്. നിന്റെ മുഖം നീ എന്ത് ചെയ്യാ? ദീനിലേക്ക് തിരിക്കുക. റബ്ബിന്റെ ദീനിലേക്ക്, അവന്റെ നിയമങ്ങളിലേക്കൊക്കെയാണ് തിരിക്കേണ്ടത് എന്ന ചിന്ത. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന ചിന്ത. ആ ഫിത്രത്താണ് അല്ലത്തി ഫതറന്നാസലെ, അള്ളാഹ് ഓരോരുത്തരുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിച്ചത് അതാണ്. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റമൊരിക്കലും ഇല്ല. അപ്പൊ ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാ തൗഹീദ് എന്ന് വ്യതിചലിച്ചതെന്നൊക്കെ പിന്നെ വേറെ വരുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ഇതിന് കുറെ ഹദീസുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് 1-2 ഹദീസ് അവനോട് പറയാം. അതിന്റെ മുമ്പ് ഈ ചിന്ത, സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ കൊടുക്കുകയാണ് തെളിവ് ആയത്തിൽ നിന്ന്. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നിന്ന മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും മുശ്രിക്കീങ്ങളൊക്കെ എല്ലാവരും, അവർക്കൊക്കെ ഇത് അവർക്ക് മാത്രമല്ല ലോകത്തുള്ള ആരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ. അവരോട് ചോദിച്ചാൽ എന്താ അവർ പറയാ? അപ്പൊ സൂറത്ത് സുഖ്റൂഫ് 87-ാമത്തെ ആയത്ത്, വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ ആര് സൃഷ്ടിച്ചു എന്ന് നീ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയാം അള്ളാഹ് തന്നെ എന്ന് പറയും. അള്ളാഹ് സാക്ഷാൽ ഇലാഹ്, ആരാധ്യൻ, അതാണ് അള്ളാഹ്. ഇതവർ പറയും. എന്നിട്ടും പിന്നെ അന്നാ യൂഫക്ക്, പിന്നെ എങ്ങനെ അവർ തെറ്റിക്കപ്പെടുന്നത്? എന്നാ പിന്നെ ആ റബ്ബ് പറഞ്ഞനുസരിച്ച് ജീവിക്കേണ്ടത്. അവന് മാത്രമാണ് ഇബാദത്ത്, പ്രാർത്ഥനകൾ, നേർച്ച വഴിപാടുകൾ അവന് മാത്രമാക്കുന്നിട്ട് പിന്നെ എന്തുകൊണ്ട് തെറ്റൊന്നു?
ഇനി വലയിൻ സാൽത്തവും സൂറത്ത് അങ്കബൂത്ത് 61 മൻ ഖലഖ സമാവാതി വല്ലർദ് ആകാശങ്ങൾ ആര് സൃഷ്ടിച്ചു, ഭൂമി ആര് സൃഷ്ടിച്ചു എന്ന് നീ അവരോട് ചോദിച്ചാൽ, വസഖറ ശംസ വൽ ഖമർ ആരാണ് സൂര്യനെ കീഴ്പ്പെടുത്തിയത്, ചന്ദ്രനെ കീഴ്പ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചാൽ, ലയഖൂലുന്ന അവർ മുഴുവനും പറയും അല്ലാഹ് തന്നെ എന്ന് പറയും. ഫഅന്നാ യൂഫഖുൻ പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഇതുപോലെ സൂറത്ത് അങ്കബൂത്ത് തന്നെ 63 വലയിൻ സാൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ആകാശത്തു നിന്ന് ആരാണ് വെള്ളം ഇറക്കിത്തരുന്നത് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ, എന്നിട്ട് ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹ എന്നിട്ട് മരണത്തിന് ശേഷം ഭൂമിയെ ആ മഴ കൊണ്ട് ആരാണ് ജീവിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ, ലയഖൂലുന്ന അവർ പറയുക തന്നെ ചെയ്യും അതൊക്കെ അല്ലാഹുവാണ്. കുൽ പറയുക അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ എന്നിട്ട് അധികം ആൾക്കാരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും അവര് യഥാർത്ഥ തൗഹീദിൽ നിന്ന് തെറ്റി ജീവിക്കണം. കുൽ പറയുക പിന്നെ ലിമനിൽ അർളു വമൻ ഫീഹ സൂറത്ത് പിന്നെ മോമിനൂൻ 85 മുതൽ കുറെ ആയത്തുകൾ. ലിമനിൽ അർളു വമൻ ഫീഹ ഭൂമി ആരുടേതാണ്, അതുപോലെ ഭൂമിയിലുള്ളത്. ഇൻ കുൻതും തഅലമൂ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. സയഖൂലൂന ലില്ലാഹ് അവർ പറയും അതൊക്കെ അല്ലാഹുവിന്റെ. ഖുൽ അഫലാ തദക്കറൂൻ പറയുക നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഖുൽ മർ റബ്ബു സമാവാതി സബ് 7 ആകാശങ്ങളുടെ റബ്ബ് ആരാണ്, റബ്ബുൽ അർശിൽ അലീം മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് ആരാണ്. അത് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ് അവർ പറയും അല്ലാഹു. അഫലാ തത്തഖൂ നിങ്ങൾ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ. ഖുൽ പറയുക മൻ ബിയദിഹി മലകൂത്തു കുല്ലി ഷൈ എല്ലാറ്റിന്റെയും അധീശാധിപത്യം ആരുടെ കയ്യിലാണ്. വഹുവ യുജീറു അവൻ അഭയം നൽകുന്നു, വലാ യുജാറു അലൈഹി അവനെതിരെ ഒരാളും അഭയം നൽകുന്നില്ല. ഇതൊക്കെ ചോദിച്ചാൽ അപ്പോഴവർ മറുപടി സയഖൂലൂന ലില്ലാഹ് അതൊക്കെ അല്ലാഹ്ക്കാണ്. കുൽ ഫഅന്നാ തുസ്സറുൻ പറയുക എങ്ങനെയാണ് അവർ പിന്നെ ഈ മായാജാലത്തിൽ അകപ്പെട്ടിട്ട് ഇതിൽ തെറ്റി ജീവിക്കുന്നതൊക്കെ സമ്മതിച്ചിട്ട്. ഖുൽ മൻ യർസുഖുക്കും ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, മിനസ്സമായി വൽ അർളി ആകാശത്തുനിന്ന് ഭൂമിയിൽ നിന്നും. അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ ആരാണ് ചെവിയെ കാഴ്ചയെ അതുപോലെ പിന്നെ കേൾവികളെ അധീനമാക്കുന്നത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് മയ്യിത്തിൽ നിന്ന് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിന് ആരാണ് പുറത്തു കൊണ്ടുവരുന്നത്. വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹൈ അതുപോലെ ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്. വമൻ യുദബ്ബിറുൽ അംറ ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഫസയഖൂലൂന അതിനൊക്കെ അവർ പറയും അല്ലാഹ് അതൊക്കെ അള്ളയാണ്. ഖുൽ അഫലാ തത്തഖൂൻ ഇത് സൂറത്ത് യൂനുസിലെ 31-32 വചനങ്ങളാണ്. അപ്പൊ ഫദാലിക്കുമുള്ള ഇതാണ് നിങ്ങളുടെ റബ്ബ്, റബ്ബുക്കും അൽ ഹഖ് സത്യമായ യഥാർത്ഥ റബ്ബ്. ഫമാദാ ബഅദൽ ഹഖ് യഥാർത്ഥ്യത്തിന് ശേഷം ഇല്ലല്ലാൽ വഴികേടല്ലാതെ വേറൊന്നുമില്ല. ഫഅന്നാ തുസ്റഫുൻ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ എന്ത് ചോദിച്ചാൽ ഇതൊക്കെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിന്റെ കാര്യം ഖുർആൻ എടുത്ത് പറയണം. അവരുടെയൊക്കെ മനസ്സിലെന്താ ഉള്ളത്, ഈ റബ്ബിനെ പറ്റിയുള്ള ചിന്തയുണ്ട് എന്നർത്ഥം. അപ്പൊ പിന്നെ എന്നാലും നിരീശ്വരവാദികൾ അങ്ങനെ ഒരു കൂട്ടർ അറിയപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി പറയുന്നത് ഒന്നവര് കളവ് പറയണമെന്നാണ്. ഞാൻ നിരീശ്വരവാദിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ വാസ്തവത്തിൽ അയാൾ കളവ് പറയണമെന്നാണ്. എന്തുകൊണ്ട്? അതാണ് ഫാഷൻ എന്ന് വിചാരിക്കും, അതാണ് ഇപ്പോഴത്തെ സംസ്കാരം, അതാണ് നാഗരികത, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് പറഞ്ഞാൽ ഒരു പുരോഗമനപരം എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ചിട്ട് ചിലപ്പം അങ്ങനെ പറയുന്നുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അള്ളാഹ് ഊട്ടിയ ഈ വിശ്വാസം ഉണ്ടല്ലോ അത് പുറത്തു വരും. ഏത് നിരീശ്വരവാദിയായിട്ടും കാര്യമില്ല, അത് പുറത്തു വരും. അൽ മസായിബു തസ്ഫി ജൗഹറത്തൽ ഫിത്ര മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം അത് അതിന്റെ മുകളിൽ അടിഞ്ഞ ചെറുക്കൻ വിശ്വാസങ്ങളും വേറുള്ള അന്ധവിശ്വാസങ്ങളും വേറുള്ള തകരാറുകളും ഒക്കെ അടങ്ങിയ ചെളികളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ ശുദ്ധ പ്രകൃതം എപ്പോഴാ വരിക എന്നറിയും. ഒന്നുകിൽ വലിയ വിപത്തിൽ പെടുമ്പോന്നാണ്, വലിയ അപകടത്തിൽ പെടുമ്പോൾ. കുറച്ച് മുമ്പ് പത്രത്തിലൊക്കെ വലിയ വാർത്തയായൊരു വിഷയമാണ്. അതിനെപ്പറ്റി മുമ്പ് നമ്മൾ മരിച്ചുപോയ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ കാര്യമൊക്കെ എന്റെ മനസ്സിൽ വന്നത്. എന്താ ചോദിച്ചാൽ അന്ന് റഷ്യയുടെ തലവൻ എന്തൊരു പ്രതിസന്ധിപ്പെട്ടപ്പം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നയാൾ പറഞ്ഞത് പത്രത്തിൽ വെണ്ടൊക്കെ നിരത്തി വന്നിരുന്നു. അന്ന് ഡോക്ടർ സാഹിബ് അതിനെപ്പറ്റി എഴുതിയിരുന്നു, ഈ പ്രകൃതം മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അവൻ എന്തിന്റെ പേരിൽ അത് ഒളിപ്പിച്ചു വെച്ചാലും അത് ചില സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വരും.
പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ 22-ാമത്തെ ആയത്തിൽ പറയുന്നു, ഹെത്ത ഇദാ കുൻതും ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിലാകുമ്പോൾ. ഒരു ഉദാഹരണം പറയാൻ, വജറൈന ബിഹിം, ആ കപ്പൽ യാത്രക്കാരെയുമായി സഞ്ചരിക്കാൻ, ബിരീഹിൻ ത്വയ്യിബ, നല്ല കാറ്റുമായി, ഫരിഹു ബി, അപ്പൊ അവർക്ക് സന്തോഷമാണ്, നല്ല അനുകൂലമായ കാറ്റ്. ആ സമയത്ത് ജാഅത്ഹ റീഹുൻ ആസിഫ്, ഒരു കൊടുങ്കാറ്റ് വരുന്നു. വജാഅഹുമുൽ മൗജു, തിരമാലകൾ മീൻ കുല്ലി മക്കാൻ, നാനാഭാഗത്തുനിന്ന് ഇളകി മറിഞ്ഞു വരികയാണ്. വന്നു അന്ന മുഹീത്ത ബീം, അവർക്ക് ഉറപ്പായി എന്ത്, നമ്മൾ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി അവസാനം തന്നെ. ആ നേരം ദഅവുല്ലാ, അവരെന്ത് ചെയ്യും, അള്ളാനോട് മുഖ്ലിസീന ലഹുദ്ദീൻ, ആ സമയം കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമാക്കിയിട്ട് അവർ പ്രാർത്ഥിക്കും. ലൈൻ അൻജൈതന മിൻ ഹാദിഹി, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ലനകൂനന്ന മിനശാക്കിരി, ഞങ്ങൾ നന്ദി കാണിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടും. അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ. ഒന്ന്, അവരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ വിശ്വാസം. പിന്നെ ശിർക്കൻ ആശയങ്ങൾ കലർന്നിട്ട് വ്യതിചലിച്ച് പോയിട്ടുണ്ട് പലരും. പക്ഷെ അതും പ്രതിസന്ധിന്റെ നേരത്ത് ശുദ്ധ പ്രകൃതമായ തൗഹീദിലേക്ക് എത്തുകയാണ് പ്രശ്നം വരുമ്പോൾ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മക്ക വിജയത്തിന്റെ അന്ന് അദ്ദേഹം നാട് വിടുകയാണ്. കാരണം മക്ക വിജയം ഉണ്ടായപ്പോൾ റസൂല് എല്ലാവർക്കും മാപ്പ് കൊടുത്തു. എന്നാലും വല്ലാതെ മുസ്ലിങ്ങളെ ആക്രമിച്ച വിരലിലെണ്ണാവുന്ന ചില ആൾക്കാരെ കണ്ടാൽ കൊല്ലാം എന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇക്രിമ എന്ന ആള്. അദ്ദേഹത്തിന്റെ ഉപദ്രവം, കാരണം അദ്ദേഹത്തിന്റെ വാപ്പ ഫിറഔൻ ഹാദിയിൽ ഉമ്മയും ഉമ്മത്തിലെ ഫിറഔൻ എന്ന നിലക്ക് അറിയപ്പെടുന്ന അബൂജാലിന്റെ മകനാണ് ഇക്രിമ. അങ്ങനെ ഇദ്ദേഹം കൊല്ലപ്പെടുന്ന കണ്ടപ്പോൾ നാട് വിടുകയാണ്, കപ്പലിൽ കയറി. പക്ഷേ സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോ കൊടുങ്കാറ്റും പ്രശ്നങ്ങളും ഒക്കെ ആയി, തിരമാലകൾ ഇളകി. ആ നേരം എല്ലാവരും വിളിച്ചു പറഞ്ഞ്, അള്ളാഹിനോട് മാത്രം പറഞ്ഞോളി, വേറൊരു വഴിയില്ല. ഈ നേരം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്ക് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കണം നേരം. ആ നേരം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാ, വല്ലാഹി, അള്ളാഹുവാണേ, ലൈൻ കാന ലാ യൻഫഉ ഫിൽ ബഹരി വൈറുഹു, കടലിൽ അള്ളാഹു മാത്രമേ ഉപകാരം ചെയ്യൂ എങ്കിൽ, ഫഇന്നഹു ലാ യൻഫഉ ഫിൽ ബർരി വൈറുഹു, നബിനെ കരയിലും അവൻ തന്നെ ഉപകാരം ചെയ്യുള്ളൂ. അപ്പൊ ഈ കുടുങ്ങിയ നേരത്ത് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ, ഇത് കടലിലെ അവസ്ഥയാണ്. ഇനി കരയിലെത്തിയാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അദ്ദേഹം അള്ളാഹിനോടൊരു കരാർ എടുക്കുകയാണ്. അള്ളാഹുവേ, ഞാൻ നിന്നോട് കരാർ ചെയ്യുന്നു, ഈ അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ എന്റെ കൈ വെത്തും, ഞാൻ ബൈഅത്ത് ചെയ്യും, ഞാൻ മുസ്ലിമാവും. അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. പിന്നെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തു. അവസാനം അദ്ദേഹം രക്തസാക്ഷിയായി. അപ്പൊ ഇത് ആ ശുദ്ധമായ പ്രകൃതം, മസായിബ് വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ, ശിർക്കുമല്ല മനുഷ്യന്റെ പ്രകൃതം, ശരിക്കുള്ള പ്രകൃതം കൊണ്ട് പുറത്തേക്ക് വന്നതാണ്. പിന്നെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും എന്ന് അള്ളാഹിനോട് കരാർ ചെയ്തു. അപ്പൊ ഏതായാലും ശരി, സൃഷ്ടാവിനെ പറ്റിയുള്ള ഈ ബോധം മനുഷ്യന്റെ പ്രകൃതമാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയാണ് പിന്നൊരു വാചകം, അദ്ദേഹത്തിന്റെ അഖീദ വാസിത്തി പറയാൻ, ഹത്തൽ ബഹായിം, ഇവിടെ മനുഷ്യരെ പറ്റിയ പറഞ്ഞ അള്ളാഹിനെ പറ്റിയുള്ള ബോധം എല്ലാ മനുഷ്യരുടെയും പ്രകൃതത്തിൽ അള്ളാഹ് കൂട്ടിയിട്ടുണ്ട്. ഇനി അവിടെ മാത്രമല്ല എന്ന് പറയണം, മൃഗങ്ങളിൽ പോലും. ഏത്? ഈ മൃഗങ്ങളുണ്ടല്ലോ, പറക്കുന്ന പക്ഷികളും അതുപോലെ നടക്കുന്ന ഇഴയുന്ന ജീവികളും മൃഗങ്ങളും ഒക്കെ, ഇവർ മുഴുവനും തൗമിനു ബി വുജൂദില്ല, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. വഖിസ്സത്തുന്നംല അല്ലത്തി റുവിയത്ത് അൻ സുലൈമാൻ, പിന്നെ അദ്ദേഹം അതിനൊരു തെളിവ് പറയുന്നു ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ. ഒരു ഉറുമ്പിന്റെ കഥയുണ്ടല്ലോ, എങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉറുമ്പിന്റെ കഥ. ഖറജ യസ്തസ്ഖി, സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കൽ എന്ത് ചെയ്തു, മഴക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ആൾക്കാരെ കൂട്ടിയിട്ട്. ഫവജദ നംലത്തൻ മുസ്തൽഖിയ, ആ സമയം ഒരു ഉറുമ്പിനെ കണ്ടു. ഉറുമ്പിന്റെ സംസാരമൊക്കെ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ നടക്കുന്ന വഴിയിലൊരു ഉറുമ്പ് എങ്ങനെ മുസ്തൽഖിയത്തൻ അലാ ലഹരിഹ, തന്റെ കാലുകളൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് റാഫിയത്തൻ ഖവായ്മ, കാലുകളൊക്കെ പൊക്കിയിട്ടുണ്ട്, നെഹ്വസമ, മുകളിലേക്ക്. തഖുല, ഉറുമ്പ് പറയുന്നത് എന്താണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ ഖൽഖും മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളാണ് ഞങ്ങളും. ഫലാ തംനഉ അന്നാ സുഖിയാക, ഞങ്ങളെ തൊട്ട് നിന്റെ മഴയെ നീ തടഞ്ഞു വെക്കരുത് എന്ന് ഉറുമ്പ് പ്രാർത്ഥിക്കുകയാണ്.
മഴയ്ക്ക് വേണ്ടി. ഇത് സുലൈമാൻ അലൈഹിസ്സലാം കേട്ടപ്പോ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു ഇർജിയു, ഇനി മടങ്ങിപ്പോയിക്കോളി എന്നാണ്. ഈ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കേണ്ട കാര്യമല്ല. ഫഖദ് സുഖീതും ബി ദഅവതി ഗൈരിക്കും, വേറെ ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്കിനി മഴ കിട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ പ്രത്യേകമായി ഇതിന് ദുആ നടത്തേണ്ടതില്ല. അപ്പൊ ഈ ഹദീസ് പിന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ സനദിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഷെയ്ഖ് അൽബാനി ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ആശയം, ഇതിന്റെ ലൂഫുണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ സംബന്ധിച്ചിടത്തിന്റെ ആശയത്തിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇത് സൂചിപ്പിക്കുന്ന വേറെ സംഭവങ്ങൾ കുറേ കാണും. അതിൽപ്പെട്ട ഒന്ന് രണ്ടെണ്ണം പറയാം. ഒന്ന്, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നസല നബിയ്യും മിനൽ അംബിയ, ഒരു പ്രവാചകൻ ഇറങ്ങി, തഹ്ത ശജറ, ഒരു മരത്തിന് ചുവട്ടിൽ, ഫലദഗത്തുഹു നംല, ഒരു ഉറുമ്പ് അദ്ദേഹത്തെ കടിച്ചു, ഒരു പ്രവാചകനെ. ഫഅമറ ബി ജിഹാസി, അപ്പൊ ഉപകരണങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു അദ്ദേഹം. ഫഉഖ്രിജ മിൻ തഹതി, എന്നിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഈ ഉറുമ്പുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനും, സുമ്മ അമറ ബി ബൈത്തി, അതിന്റെ വീട്, ഉറുമ്പുകളുടെ വീട്, ഫൗരിക്ക, കത്തിച്ചു കളയാനും ആര് കൽപ്പിച്ചു? ഈ പ്രവാചകൻ കൽപ്പിച്ചു, ബിന്നാരി, തീ കൊണ്ട്. ഫൗഹ അല്ലാഹു ഇലൈഹി, അപ്പൊ ആ പ്രവാചകൻ അല്ലാഹു എന്ത് ചെയ്തു? വഹയി കൊടുത്തു. ഫഹല്ലാ നംലത്തൻ വാഹിദ, ഒരു ഉറുമ്പ് നിന്നെ കടിച്ചതിന് ആ ഉറുമ്പിനെ മാത്രം കൊന്നാ മതിയായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗം മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. പിന്നെ അതിന് വർധനവുണ്ട്, വേറെ ഹദീസ് അബൂദാവൂദിനെ പോലുള്ള, അതും സഹിയാണ്. അതിലുള്ള വാചകം ഇങ്ങനെയാണ്, അഹ്ലക്ത ഉമ്മതൻ മിനൽ ഉമമി തുസബ്ബിഹൂൻ, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്ന ഒരു ഉമ്മത്തിനെയാണ് നീ നശിപ്പിച്ചത്. അപ്പൊ എന്താ? ഇബാദത്ത് ചെയ്യുന്ന പിന്നെ ഉറുമ്പുകൾ ഇബാദത്ത് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും പ്രാർത്ഥന നടത്തി, ഇസ്തിഗ്ഫാർ. അപ്പോൾ ഹത്തൻ നംലത്തു ഫീ ജുഹരിഹ, ഏതുവരെ ഉറുമ്പുകൾ അതിന്റെ മാളത്തിൽ നിന്ന് പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. അതുപോലെ വൽ ഹൂത്തു, അതുപോലെ സമുദ്രത്തിൽ മത്സ്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞെന്ന്. അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് റബ്ബിനെ പറ്റി ബോധമുണ്ടല്ലോ, അവർക്കിട്ട് വ്യതിചലനമില്ല, അവർ ശിർക്കിലല്ല, ശരിക്കില്ല. ഇനി ഇത് ജീവികളെ പറ്റി മാത്രമല്ല, ഇതിപ്പോ ജീവികളെ പറ്റിയാ പറഞ്ഞു. ഇനി ജീവികൾ മാത്രമല്ല, അചേതന വസ്തുക്കളെ പറ്റി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തെന്നറിയോ? അവർക്കൊക്കെ സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധമുണ്ട്, അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത്ര സ്ഥലത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒന്ന് സൂറത്ത് ഹജ്ജ് 18-ാമത്തെ ആയത്ത്, അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരുമൊക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസ്, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വൻ നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറു, മരങ്ങളും, വദ്ദവാബു, മറ്റ് ജീവികളും, വകസീറു മിനന്നാസ്, കുറേ മനുഷ്യരും, വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാ, കുറേ ആൾക്കാർ ശിക്ഷ അവർക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട്, അവനതിന് അർഹരായിട്ടുണ്ട്. അപ്പോൾ അവിടെ സുജൂദ് ചെയ്യുന്ന കണക്കുകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വചനത്തില് സൂറത്ത് ഇസ്രാ 44, അതുപോലെ സൂറത്തു തഗാബുൻ 1, യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരുമൊക്കെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. എല്ലാവരും, മനുഷ്യർ മാത്രമല്ല, അതുപോലെ ജീവനുള്ളവർ മാത്രമല്ല, നമ്മുടെ അചേതന വസ്തുക്കൾ എന്ന് പറയുന്നവരൊക്കെ. അതുപോലെ തുസബ്ബിഹു ലഹു സമാവാത്തു സബ്, 7 ആകാശങ്ങൾ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു. വൽ അർള്, ഭൂമിയും, വമൻ ഫീൻ, അതിലുള്ളതൊക്കെ, വൈമിൻ ഷൈൻ, ഇനി ഒരു വസ്തുവില്ല, ചുരുക്കി പറയാൻ ഒരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുക, അവനെ പരിശുദ്ധപ്പെടുത്തുക, അതുപോലെ അവന് സ്തുതി അർപ്പിക്കുക. ഇങ്ങനെ ചെയ്യാത്ത ഒരു വസ്തുവില്ല. പക്ഷെ വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹവും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്നാൽ ഇതുണ്ട്, ഇത് സത്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. വലില്ലാഹി യസ്ജുദു മാഫി സമാവാതി, സൂറത്തുൻ നഹ്ൽ 49, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട് ആകാശത്തിലുള്ളവരും, വമാഫിൽ അർള്, ഭൂമിയിലുള്ളത് മുഴുവനും, മിൻ ദാബത്തി, കണ്ട എന്ത്, അതിലുള്ള മൃഗങ്ങളൊക്കെ, വൽ മലായികത്ത്, മലക്കുകളും, വഹും ലാ യസ്തക്ബിറൂൻ, അവർക്ക് യാതൊരു അഹങ്കാരവുമില്ല. വേറൊരു വചനം, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, ആദം അലൈഹിസ്സലാമിന് നമ്മൾ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, യാ ജിബാലു, പർവ്വതങ്ങളെ വിളിക്കാൻ, അവ്വിബി മഅഹു, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കൂടെ നിങ്ങളും കീർത്തനങ്ങൾ ചൊല്ലുക. വത്വൈർ, അതുപോലെ പക്ഷികളെ, ദാവൂദ് നബിയുടെ കൂടെ നിങ്ങളും കീർത്തനങ്ങൾ ചൊല്ലുക. വ അലന്നാ ലഹുൽ ഹദീദ്,
ദാവൂദ് അലൈഹി സ്വലാമിന് നമ്മൾ ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. ഇരുമ്പ് കൊണ്ട് എന്തുണ്ടാക്കാനാണ് ഉരുക്കിയിട്ട് അതുപോലെ പലജാതി ഉപകരണങ്ങളും മറ്റതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ സംഭവം നമുക്കറിയാലോ. ഇത് സൂറത്ത് സബയിലെ 10-ാമത്തെ വചനാണ്. അലം തറ, നീ കാണുന്നില്ല, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസബ്ബിഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തുള്ളവരും ഭൂമിയുള്ളവരും ഒക്കെ അവന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വത്തൊയർ, പക്ഷികളും, സോഫാത്തി കുല്ലും കത് അലിമ സ്വലാത്തുഹു വത്തസ്ബീഹു, ഇവർക്കൊക്കെ എങ്ങനെ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, എങ്ങനെ തസ്ബീഹ് അവർക്കറിയും. നമുക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഇല്ല എന്ന് ആരും വിചാരിക്കുക. ഇതൊക്കെ ഖുർആൻ പറയണം. ഇനി വേറൊരു വചനം സൂറത്ത് അഹ്സാബിൽ 72, ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദ്, ഈ അമാനത്ത് നമ്മൾ പ്രദർശിപ്പിച്ചു. അല്ലാഹ് പറയാം, ആകാശങ്ങളുടെ മേലിലും ഭൂമിയുടെ മേലിലും, വൽ ജിബാൽ, പർവ്വതങ്ങളുടെ മേലിലും. എന്താ അമാനത്ത് എന്നറിയോ? ഷെയ്ഖ് സാദിയത്തിന് വിശദീകരണം കൊടുക്കണം. എന്താ? ഇംതിസാലുൽ അവാമിർ, അള്ളാന്റെ കൽപ്പനകളൊക്കെ ജീവിതത്തിൽ പകർത്തുക. വജിത്നാബുൻ നവാഹി അൽ മഹാരിം, ഹറാമുകളൊക്കെ ഒഴിവാക്കുക. ഫി ഹാലിസിദി വൽ ഖുഫിയ, രഹസ്യമായി ഗോപ്യമായ നേരത്തും, കഹാലിൽ അലാനിയ, പരസ്യമായിട്ടും രഹസ്യമായിട്ടൊക്കെ അള്ളാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹ് വിലക്കിയതൊക്കെ ഒഴിവാക്കുക. ഈ പണി ചെയ്യണീനാണ് അമാനത്ത് എന്ന് പറയാം. ഈ അമാനത്ത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ആരോട് ചോദിക്കാനും? ആകാശത്തിനോട്, ഭൂമിയോട്, പർവ്വതങ്ങളോട്. ഫഅബൈന അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കാൻ അവർ വിസമ്മതിച്ചു, പേടിച്ചിട്ടാണ്. കാരണം അള്ളാഹ് അവർ നിർബന്ധിച്ചല്ല, താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ അർളു തഖീർ എന്നാണ് ഷെയ്ഖന്മാർ ഇതിന് വിശദീകരിച്ച്. ഇത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ, ഇല്ലേ, ഉണ്ടെങ്കിൽ തന്നെ കൂലിയൊക്കെ തരാം എന്ന് പറഞ്ഞിട്ടില്ല. ആ തഹ്തീം നിർബന്ധമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലക്കി സവാബ്, അത് നിർവഹിച്ചാൽ അതിനുള്ള പ്രതിഫലം നന്നായി കിട്ടും. പക്ഷെ അവരതിന് ഒഴിവാൻ ഞങ്ങളോട് കഴിയില്ല. അപ്പൊ ഇവർക്കൊക്കെ സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധവും ആ സൃഷ്ടാവിന് അവർ ചെയ്യുന്ന തസ്ബീഹുകളും ഹംദുകളുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ മനസ്സിലാക്കാം. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഒരു ഹദീസിൽ നിന്നുള്ള സംഭവം കൂടി ഞാൻ പറയണം. ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂൽ ഒരിക്കൽ ഉഹുദ് മലന്റെ മുകളിൽ കയറി. റസൂലുണ്ട്, അബൂബക്കർ സിദ്ദീഖുണ്ട്, ഉമർ ഖത്താബുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉണ്ട്. ഫറജഫ ബിഹിം, ആ നേരം ഉഹുദ് മലണ്ട് ഇളകി. ഈ നേരം റസൂൽ പറയാ, ഉസ്ബുത് ഉഹുദ്, ഉഹുദേ നീ ശാന്തമാവുക. ഉഹുദ് മലയോട് പറയാൻ, ഇന്നമ അലൈക നബി, നിന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയാണ്. സിദ്ദീഖ്, മറ്റൊന്ന് സിദ്ദീഖാണ്. ഷഹീദാനി, പിന്നെ 2 രക്തസാക്ഷികളുമാണ്. ഇത് റസൂൽ നബിയാന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് കുറെ തെളിവുകളുടെ കൂട്ടത്തിലൊന്ന് പറയാം. കാരണം പിൽക്കാലത്ത് ഉമർ രക്തസാക്ഷിയാകും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രക്തസാക്ഷിയാകും എന്ന് മുൻകൂട്ടി അവിടുന്ന് പ്രവചനം നടത്തുകയാണ്. അപ്പൊ ഇവർക്കുള്ള ചിന്ത എങ്ങനെയാ? ഇവരുടെ ഇബാദത്ത് ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും ശരി, ഇങ്ങനെയുള്ള അചേതന വസ്തുക്കളെ പറ്റിയൊക്കെ, ഉഹുദ് മലയെ പറ്റി തന്നെ ബുഖാരി മുസ്ലിങ്ങളുടെ ഒരു വചനം എങ്ങനെയാ? ഉഹുദ് ജബൽ, ഉഹുദ് ഒരു മലയാണ്. യുഹിബ്ബുൻ, അത് നമ്മെ ഇഷ്ടപ്പെടുന്നു. വനുഹിബ്ബു, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഏതായാലും ഈ ആയത്തിന്റെ മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. അത് ശുദ്ധമായ തൗഹീദിന്റെ ബോധം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് നമ്മൾ പറഞ്ഞു. ഇനി ഇബ്നു കസീർ ഹദീസുകൾ കൊടുക്കുകയാണ്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യഖൂലു ലി അഹ്വനി അഹ്ലിന്നാർ അദാബ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു, ബുഖാരി മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്, നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷ കിട്ടുന്ന ആളോട് അള്ളാഹ് പറയും, ലൗ അന്ന ലകം അഫിൽ അർളി മിൻ ഷൈ, ഭൂമിയിലുള്ളത് മുഴുവനും നിനക്കാണ് എന്ന് വിചാരിക്കുക. ആ കുൻത തഫ്തദി ബിഹി, ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നീ മോചന മൂല്യമായി കൊടുക്കുമോ എന്ന് ചോദിച്ചു. കാലനാം, അപ്പൊ അവൻ പറയാ, അതെ, നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷ കിട്ടുന്നവനെ പറ്റി പറയണം. ഈ ഭൂമിയിലുള്ള മുഴുവൻ, ഇതിലെത്ര സ്വർണ്ണും വെള്ളിയും പെട്രോളും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വത്തുണ്ടല്ലോ, ഇത് മുഴുവനും നിനക്കുണ്ട്. എന്നിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാ അതൊക്കെ മോചന മൂല്യമായി അള്ളാന്റെ മാർഗത്തിൽ നീ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവൻ പറയും അതേ. ആ നേരം അള്ളാഹ് അവനോട് പറയാ, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദ, ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമാണ് ഞാൻ നിന്നോട് മുമ്പ് ചോദിച്ചിരുന്നത്. എപ്പോ? വൻത ഫീ സുൽബി ആദം, നീ ആദമിന്റെ മുതുകിലായിരിക്കെ നിന്നോട് ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ? അല്ലാ തുശ്രിക് ബി, നീ എന്നിൽ പങ്കു ചേർക്കരുത്. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ പണ്ടേയുള്ള, ഏത് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എത്രയോ മുമ്പ്, ശേഷം വരാനുള്ള മക്കളെയൊക്കെയാണ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് എങ്ങനെയെടുത്ത് ഇതുപോലെ മനുഷ്യരൂപത്തിലായിക്കൊള്ളുന്നില്ല. അവരുടെ എടുത്തിട്ട് അവരുടെ മനസ്സിൽ അള്ള ഊട്ടി ഉറപ്പിച്ച കാര്യമാണ്, എന്നിൽ ശിർക്ക് വെക്കരുത്. പക്ഷേ അബൈത്ത ഇല്ല ഷിർക്ക്, നീ ഷിർക്കല്ലാതെ വേറൊന്നും വിസമ്മതിച്ചില്ല.
ഇങ്ങനെയുള്ള സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധമുണ്ട്, അവൻ പറഞ്ഞനുസരിച്ച് തന്നെയുള്ള ജീവിക്കേണ്ടത്. എന്നാൽ പല ന്യായങ്ങളും പറഞ്ഞതിൽ തെന്നി മാറി ആൾക്കാർ ശുർക്കിലേക്കും വിദഗ്ധത്തിലേക്കും ഖുറാഫാത്തിലേക്കും നീങ്ങിപ്പോയി. അതിന് അവന്റെ അടുത്ത് ഒരു ന്യായമില്ല. ഇനി ഈ ശുദ്ധ പ്രകൃതം തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രകൃതത്തിലാണ് ഊട്ടപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ചോദ്യം, ലൗ കാന തവജ്ജു ഇലല്ലാഹി അംറൻ ഫി തരി, ഇങ്ങനെ അള്ളാഹുവിലേക്ക് തിരിയുന്ന പ്രകൃതം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണെങ്കിൽ ലമ അബദന്നാസു ഫി മുഖ്തലിഫിൽ ഉസൂരി ആലിഹത്തൻ ശത്ത, അള്ള പിന്നെ പല കാര്യങ്ങൾ ഒരുപാട് കാലം ഓരോ കാലം കഴിയുന്തോറും വ്യത്യസ്ത ആരാധ്യന്മാർ ആൾക്കാരെ ആരാധിച്ചു വരുന്നുണ്ടല്ലോ. എങ്ങനെ അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോന്ന് ചോദിക്കണം. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അള്ളാഹു ഓരോരുത്തരുടെയും ശുദ്ധ പ്രകൃതം ഏകനായ സൃഷ്ടാവിലേക്ക് തിരിയുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ജനങ്ങൾ തെറ്റിയിട്ട് വേറുള്ള ആലിഹ്യത്തിന് ശരിക്കും ആരാധിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരെ എന്തുകൊണ്ട് ആരാധിക്കുന്നു ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇസ്ലാം പറയുന്നുണ്ട്. എന്താ മറുപടി എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ചുറ്റുപാട്, അവന്റെ സാഹചര്യം, അവന്റെ കൂട്ടുകാര്, അവന്റെ നാട്, അവൻ പഠിക്കുന്ന വിദ്യാലയങ്ങൾ, അവന്റെ അധ്യാപകന്മാർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇവനെ മാറ്റും, അങ്ങനെ മാറും സാഹചര്യത്തിനനുസരിച്ച്. എന്നിട്ട് ഇബ്നു കസീർ അതിനുള്ള ഹദീസ് കൊടുക്കുകയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിയും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. നേരത്തെ പറഞ്ഞ തൗഹീദിന്റെ പ്രകൃതത്തിൽ തന്നെയാണ് ജനിച്ചു വീഴുന്നത്. എന്നിട്ട് അവരെ തെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പറയാം. അബവാഹു, അവന്റെ മാതാവും പിതാവും, അവന്റെ ഉമ്മയും ബാപ്പയും, യുഹവ്വിദാനി, അവനെ ജൂതനാക്കുന്നുണ്ട്, വയുനസ്സിറാനി, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നുണ്ട്, വയുമജ്ജിസാനി, അവനെ അഗ്നി ആരാധകനാക്കി മാറ്റുന്നത് അവന്റെ ഉമ്മയാണ്, ബാപ്പയാണ്. ഇതിന്റെ അർത്ഥം വേറെ ആൾക്കാർക്ക് ഇതിൽ പങ്കില്ലല്ലോ. അവൻ പഠിക്കുന്ന വിദ്യാലയം, അവന്റെ നാട് എങ്ങനെയാണ്, ഏത് നിൽക്കാൻ പോണേ, അതിന്റെ സ്വാധീനം ഉണ്ടാവും. ഈ ജാതി സ്വാധീനത്തിലൊന്നും പെടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഖുർആനിലേക്ക് ഹദീസിലേക്ക് ഇങ്ങനെ നോക്കണം, അതിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടുപോകും മനുഷ്യന്മാർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ തെറ്റുന്നത് എന്നുള്ളതിന്റെ മറുപടിയാണ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കിട്ടുന്നത്. ഇനി വേറൊരു ചോദ്യം, ഇതാ തറക്ന തിഫിൽ മിൻ ഗൈരി അൻ വസിറ ഫി ഫിത്രതിഹി ഹൽ യഖ്റുജു മുവഹിദ. ഇനി നമ്മളൊരു കുട്ടിയെ, അവന്റെ ഈ സാഹചര്യം, അവന്റെ മാതാപിതാക്കള്, കുടുംബക്കാര്, കൂട്ടുകാർ, ഇവരൊക്കെ അവനെ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ സാഹചര്യമൊക്കെ ഒഴിവാക്കി ഒരു കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് വളർത്തുക നോക്കുക, വേറൊരു സ്വാധീനം, അല്ലെങ്കിൽ കാട്ടുകൊണ്ടിട്ടു നോക്കുക, അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവനെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. അവന് സാഹചര്യം, അവന് തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഒരു സാഹചര്യം കൊടുക്കാതെ അങ്ങനെ ഒറ്റയ്ക്ക് അവന് വളർന്നു കഴിഞ്ഞാൽ അവനൊരു മുവഹിദായി വരുമോ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഒരിക്കലും വരാൻ സാധ്യതയല്ല എന്നാണ്. എന്തുകൊണ്ടാണെന്നറിയോ? മനുഷ്യൻ മാത്രമല്ല ഈ മനുഷ്യരെ കേടുവരുന്നത്, അതിനേക്കാൾ വലിയ വേറെ ശത്രുണ്ട്. അതാണ് ഷയാത്തീനുൽ ജിന്ന് എന്ന് പറയുന്നത്. ജിന്നുകളുടെ കൂട്ടത്തിലെ പിശാചുക്കൾ അവനെ പിടികൂടും. എന്താ പിശാച് പറഞ്ഞ്, ഫബി ഇസ്സത്തിക, നിന്റെ ഇസ്സത്താണ് സത്യം, ലഊവിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ മുഴുവനും വഴിപിഴവിലാക്കും. സൂറത്ത് സോദ് 82-83. ഇല്ലാ ഇബാദക മിൻഹും അൽ മുഖ്ലസീൻ, നിന്റെ മുഖ്ലസീങ്ങളായ ആത്മാർത്ഥതയുള്ള പിന്നെ നിന്റെ അടിമകൾ, അവരെ ഒഴികെ. അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് ഞാൻ മാറി താമസിക്കുകയാണ്, ഞാൻ കാട്ടുപോവാണ്, സന്യാസിയാണ് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഇരുന്ന് മാറി നിന്നാൽ ഷെയ്ത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പ്രമാണങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് മാറി ഒരുത്തൻ ഞാൻ ശുദ്ധപ്രകൃതിയാകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് നിന്നിട്ടൊരു കാര്യമില്ല, ശുദ്ധമായ ഒരു മുശ്രിക്കായിട്ട് വരാനായിരിക്കും സാധ്യത. ഈ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണം, ഇന്ന ശൈത്വാന് യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി, തീർച്ചയായും പിശാച് മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തം എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെ പിശാച് മനുഷ്യന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ പറഞ്ഞ് വൈന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഷർറ് ഈ പിശാച് ഇട്ട് തരുമോ എന്ന് ഞാൻ പേടിച്ചു. അതെന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ റസൂൽ രാത്രി യാത്ര അയക്കാണ്. ആ നേരമാണ് റസൂൽ ഇത്തിക്കാഫി ഇരിക്കുമ്പോൾ ഭാര്യ വന്നപ്പോൾ പിന്നെ യാത്ര അയക്കാമെന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴെ 2 സഹാബികൾ പോണേ. ഈ നേരം അവരെ റസൂൽ വിളിച്ചു, ഇതിന്റെ ഭാര്യയാണ് ഇട്ടോന്ന് പറഞ്ഞു. കാരണം തെറ്റിദ്ധരിക്കൂല്ലോ, ഒരു അന്യ സ്ത്രീ എന്നല്ലേ. ആ നേരം അവർ അത്ഭുതപ്പെട്ടു, നബിയെ നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കൂ. അപ്പൊ റസൂല് പറയാണ് എന്ത്, ഫഇന്നി ഖശീതു അൻ
യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറ, ഈ പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കും. അതുകൊണ്ട് ആ പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടു തരുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ആ ഒരു തെറ്റിദ്ധാരണയുടെ അവസ്ഥ ഞാൻ ഇല്ലാതെയാക്കിയത് എന്നാണ് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഈ പിശാച്, ആ പിശാച് നമ്മളെ ശിർക്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രമാണം, യാതൊരു ഭേദഗതിക്കും വിധേയമാകാത്ത പ്രമാണം നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചും, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള പിശാചും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള പിശാചും, അതിൽ നിന്നൊക്കെ അഭയം തേടാനും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ഈ അള്ളാന്റെ ഈ പ്രമാണത്തിലേക്ക് തിരിഞ്ഞിങ്ങാൻ നിൽക്കണം. അതിന് തെറ്റരുത്. അതിൽ തന്നെ നിൽക്കാനുള്ള സംവിധാനങ്ങളാണ് പരിശുദ്ധ ഖുർആനും ഹദീസും എന്ന് പറയുന്നത്. ഇനി പിശാച് തെറ്റിക്കുന്നത്, ശുദ്ധമായ പ്രകൃതത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്നത്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്. എന്താണ്? ഇയാദ് ബിൻ ഹിമാർ അദ്ദേഹം പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ദാതയ്യും, റസൂൽ ഒരിക്കൽ ഖുതുബ നടത്തി. ഫകാന മിമ്മാ ജാ ഫി ഖുതുബതി, ആ പ്രസംഗത്തിലുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അലാ, നിങ്ങൾ അറിയണം, ഇന്ന റബ്ബി അമറനി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അൻ ഉഅല്ലിമക്കും മാ ജഹിൽതും, നിങ്ങൾക്കറിയാത്തത് നിങ്ങളെ പഠിപ്പിക്കാൻ, മിമ്മ അല്ലമനി യൗമി ഹാദ, ഇന്ന് എന്നെ അള്ളാഹ് പഠിപ്പിച്ച ഈ ദിവസത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോണെന്ത്? കുല്ലു മാലിൻ നഹൽതു ഇബാദി, എന്റെ അടിമക്ക് ഞാൻ കൊടുത്ത ധനം മുഴുവനും ഹലാൽ, അത് ഹലാലാണ്, അതിന് ഉപയോഗിക്കാം. വൈന്നി ഖലഖ്തു ഇബാദി, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചത് ഹുനഫാ കുല്ലഹും, കണ്ടോ, എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചത് ഹനീഫുകളായിട്ടാണ്. നേരത്തെ പറഞ്ഞ ഹനീഫ്, സൃഷ്ടാവിലേക്ക് മാത്രം മുഖം തിരിക്കുന്ന പ്രകൃതം, ശിർക്കില്ലാത്ത പ്രകൃതം, മുവഹിദീങ്ങളായിട്ടാണ് എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത്? അന്നഹും അത്തത്തുഹും അശ്ശയാത്തീൻ, പിന്നെ പിശാചുക്കൾ എന്റെ അടിമകളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഫജിത്താലത്തും അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ്, ദീനിൽ നിന്ന് തെറ്റിക്കുകയാണ്. ഹറമത്ത് അലഹിമ ഹലൽത്തുലവും, ഞാൻ അവർക്ക് ഹലാലാക്കിയത് പിശാചുക്കൾ എന്ത് ചെയ്യും? അവർക്ക് ഹറാമാക്കി കൊടുക്കും. ഹറമത്ത് അലഹിമ ഹലൽത്തുലവും, ഞാൻ ഹലാലാക്കിയത് ഹറാമാക്കും, അതുപോലെ നേരെ തിരിച്ചും ചെയ്യും. അമറത്തുഹും അൻ യുശ്രികൂ ബിഹി, എന്നിട്ട് ആ പിശാചുക്കൾ ഇവരോട് കൽപ്പിക്കുകയാണ് അവരെന്നിൽ പങ്കു ചേർക്കാൻ. മാല മുനസിൽ ബിഹി സുൽത്താന, ഈ ശിർക്കിന് യാതൊരു തെളിവ് നമ്മൾ ഇറക്കിയിട്ടില്ല, എന്നാലും എന്തു ചെയ്യും? ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിശാചുക്കൾ ഇവരെ കൽപ്പിക്കും, അതിനവര് കേൾക്കും, അങ്ങനെ ശിർക്കന്മാരായി വരികയാണ്. അപ്പൊ പിശാചുക്കൾക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. അതുകൊണ്ട് ഒറ്റക്ക് മാറിക്കലുമല്ല, നമ്മുടെ പണി അള്ളാഹ് ഇറക്കിയ പ്രമാണം അതിൽ നിൽക്കലാണ്, എന്നാലേ എന്താവുള്ളൂ? രക്ഷപ്പെടുള്ളൂ. അപ്പൊ മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതം, അത് സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധമാണ്. വെറും ബോധം മാത്രമല്ല, ശരിക്കത് തൗഹീദിൽ അധിഷ്ഠിതമാണ്. അപ്പൊ റബ്ബുണ്ട് എന്നുള്ള തെളിവ് എന്താണ്? ഇതന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ്, ഫിത്റത്ത്, അവന്റെ ശുദ്ധ പ്രകൃതം. ഇനി രണ്ടാമത്തെ കാര്യം കൂടി പറയണം. പിന്നെ പറഞ്ഞല്ലോ അനുഭവം എന്ന് പറഞ്ഞ അനുഭവം, റബ്ബുണ്ട് എന്നതിനുള്ള അനുഭവം വേറെ തെളിവാണെന്നാ പറയുന്നു. അള്ളാഹ് ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താ? ദലാലത്തുൽ ഹിസ്സി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയണം, അമ്മാ ദലാലത്തുൽ ഹിസ്, അനുഭവം തെളിവാണെന്ന് പറഞ്ഞല്ലോ, അലാ വുജൂദില്ല, അള്ളാഹ് ഉണ്ട് എന്നതിനെ, അത് ഫമിൻ വജ്ഹൈനി, രണ്ട് നിലക്ക്. ഒന്ന്, അന്നന നസ്മഉ വനുശാഹിദ്, നമ്മൾ കാണുന്നു കേൾക്കുന്നു. മിൻ ഇജാബത്തി ദാഈന, പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കിട്ടുന്നത്. വഗൗസിൽ മക്റൂബീന, പ്രതിസന്ധികളിൽപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് സഹായം കിട്ടുന്നുണ്ട്, അള്ളാഹ് സഹായിക്കുന്നുണ്ട്. മാ യദുല്ലു ദലാല ഖാത്തിയ, അത് സൂചിപ്പിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും തെളിയിക്കുന്നുണ്ട്, അലാ വുജൂദി, അള്ളാഹു ഉണ്ട് എന്നതിന്. ഖാലല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല പറയണം എന്ത്? വനൂഹൻ, അദ്ദേഹം തെളിവ് പറയണം. വനൂഹൻ, നൂഹ് അലൈഹിസ്സലാം, ഇതിനാദാ മിൻ ഖബിൽ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. ഫസ്തജബ്നാലു, അപ്പൊ നമ്മൾ ഉത്തരം കൊടുത്തു, പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു. എപ്പോഴാ പ്രാർത്ഥന? 950 കൊല്ലം ദഅവത്ത് നടത്തി, ഇവർക്കൊരു മാറ്റമില്ല, അവരെ പരിഹാസം കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അവസാനം അദ്ദേഹത്തിന് ബോധ്യ, ഇവർക്ക് വാഴ്ന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉടനൊരു പ്രാർത്ഥന, സൂറത്ത് നൂഹിലെ 26-ാമത്തെ വചനം, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാം.
അള്ളാഹുവേ ഭൂമിയിൽ ഒരൊറ്റ കാഫിറിനെയും ഒരൊറ്റ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റ പൗരനെയും നീ ഇവിടെ വിട്ടേക്കരുത്. എന്ത് ചെയ്യണം? മുഴുവൻ നശിപ്പിക്കണം. അതുപോലെ സൂറത്തുൽ ഖമറിൽ പറയുന്ന ഇങ്ങനെ, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബ്, ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ വിഷയത്തിൽ ഇനി ജയിക്കാൻ കഴിയില്ല അള്ളാഹുവേ, അതുകൊണ്ട് ഫന്തസിർ, സഹായിക്കണം, ഇവർക്കെതിരെ വേണ്ട നടപടി എടുക്കണം. ഉടനെ തന്നെ അള്ളാന്റെ മറുപടി, ഫതഹ്നാ അബ്വാബസ്സമാ. അപ്പൊ ഇത് കാണുന്നവർക്ക് വലിയൊരു അനുഭവമുള്ള, നൂഹ് നബിയോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടി വരികയാണ്. അപ്പൊ ഇതൊരു അനുഭവമാണ് അവർക്ക്. അതാ പറയുന്നത്, ഫതഹ്നാ അബ്വാബസ്സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ നമ്മൾ തുറന്നു. എങ്ങനെ? ബിമാഇൻ മുൻഹമിർ, കോരിച്ചൊരിയുന്ന മഴ പെയ്തുകൊണ്ട്. അങ്ങനെ ഫജ്ജർനൽ ഉയൂന, എന്തായി? ഭൂമി മുഴുവനും ഉറവകൾ കൊണ്ട് നിറഞ്ഞു, അല്ല പൊട്ടിയൊഴുക്കി. ഫൽതഖൽമ, അങ്ങനെ ഭൂമിയിലുള്ള വെള്ളം, ആകാശത്ത് വരുന്ന വെള്ളമൊക്കെ എല്ലാ അംബ്രിയും കത് കുതിർ, അല്ല മുൻകൂട്ടി കണക്കാക്കിയതിനനുസരിച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് പരസ്പരം സമ്മേളിച്ചു. അങ്ങനെ ആ വെള്ളം എങ്ങനെ എത്തി? ഹത്താ ഇദാ ജാ അമ്രുന വഫാറത്തന്നൂർ, സൂറത്ത് ഹൂദിൽ 40-ാമത്തെ ആയത്ത് പറയാം. നമ്മുടെ കൽപ്പന വന്നപ്പോൾ അവരുടെ അടുപ്പിൽ നിന്ന് പോലും ഉറവ് വെള്ളം അങ്ങനെ ശക്തിയായി വരാൻ തുടങ്ങി. നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ അവരങ്ങോട്ട് രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു. മുവഹിദീങ്ങളെ രക്ഷപ്പെടുത്തി, മറ്റുള്ളവരെ മുഴുവനും നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാരണം മുഴുവനും മുക്കിക്കൊന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനന്റെ നേരത്തെ അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്ന അനുഭവമുണ്ട്. ഇത് അനുഭവമാണ് മനുഷ്യന്മാർക്ക്. അപ്പൊ ഇതെന്താ? ഇത് ഒരുവനിലേക്ക്, ഈ ലോകത്തിന്റെ സൃഷ്ടാവിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം വേറെ തെളിവ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നീ മസ്സനി അല്ലുർ, അയ്യൂബ് അലൈഹി സ്വലാമിനെ ഓർക്കുക. അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. അദ്ദേഹം പറഞ്ഞ, എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട്. മറ്റൊരായത്തിൽ അന്നീ മസ്സനി ശൈത്വാൻ, എന്നെ പിശാച് ബാധിച്ചിട്ടുണ്ട്. പിശാച് അദ്ദേഹത്തിന് കുറെ രോഗം ഉണ്ടാക്കി നിർത്തും. അങ്ങനെയുള്ളൊരു അവസ്ഥ അള്ളാഹ് അനുകൂലമായി, അള്ളാഹു അങ്ങനത്തെ പിശാചിന് അങ്ങനെ അനുകൂലമായ അവസരം ഉണ്ടാക്കി. അങ്ങനെ പല അസുഖങ്ങളുണ്ടായി. ആ നേരം അദ്ദേഹം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ഒരുപാട് കാലം അദ്ദേഹം സഹിച്ചു, ഒരുപാട് കാലം. ഒരു ഹദീസിൽ വന്നത്, ഇന്ന നബി അല്ലാ അയ്യൂബ് അലൈഹിസ്സലാം, അള്ളാന്റെ പ്രവാചകനായ അയ്യൂബ് അലൈഹിസ്സലാം, ലബിസ ബി ബലാഉ സമാനി അശറസന, 18 കൊല്ലം ഈ രോഗാവസ്ഥയിൽ, വളരെ മോശമായ രോഗമെന്നാൽ നിന്നാണ് ആൾക്കാർ മുഴുവൻ അകന്നു പോവുക. ഫറഫദഹുൽ ഖരീബ് വൽ ബഈദ്, അടുത്തവരും അകന്നവരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി. ഇല്ലാ റജുലൈനി മിൻ ഇഖ്വാനി, തന്റെ അടുത്ത 2 ആൾക്കാരല്ലാത്തവരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി. അവര് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ വന്നു നോക്കും. എന്നിട്ട് അവരിൽ ഒരാൾ എന്നെ പറയാൻ തുടങ്ങി, എനിക്കൊരു കാര്യം ഉറപ്പായി തോന്നുന്നുണ്ട്, ലോകത്തൊരാളും ചെയ്യാത്ത എന്തോ തെറ്റ് അയ്യൂബ് ചെയ്തിട്ടുണ്ട്. അല്ലെ 18 വർഷം ഈ രൂപത്തിൽ അള്ള കാരുണ്യം ചെയ്യാതെ നിൽക്കുവോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ സമയത്ത് അതുവരെ അദ്ദേഹം സഹിച്ചു. ഈ നേരം അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതാണ് അയ്യൂബ ഇദ്നാദ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. അന്നീ മസ്സനി അല്ലുർ, എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട് അള്ളാഹുവേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ. ഫസ്തജബ്നാ ലഹു, അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഉത്തരം നൽകി. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ തന്നെ ഉത്തരം കൊടുക്കുകയാണ്. എന്താ ഉത്തരം കൊടുത്തത്? അള്ളാഹ് പറയാണ് സൂറത്ത് സ്വാദില് 42-ാമത്തെ ആയത്തില്, ഉർഖുൽ ബിരിജിലിക്, ഉർഖുൽ ബിരിജിലിക എന്ന് പറഞ്ഞാൽ ഇൽരിബിൽ അർള ബിരിജിലിക്, നിന്റെ കാലുകൊണ്ട് ഭൂമിയെ നീ അടിക്കുക, ചവിട്ടുക. എന്തിനാണ് ലിയംബു അലക മിൻഹ? ഷെയ്ഖ് സഅദി ഇതിന്റെ വിശദീകരണം കൊടുക്കുന്ന ഞാൻ പറയണത്, ആ അടിച്ച ഭാഗത്തുനിന്ന് വെള്ളം നിനക്ക് വരും. തഗ്തസിലുമിന, വെള്ളത്തിൽ നീ കുളിക്കുക. വത്തശ്റബ്, കുടിക്കുക. ഫയദ്ഹബു അൻകല്ലുർ, നിന്നെ ബാധിച്ച എല്ലാ ലുറും അതോടുകൂടി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ചെയ്തു, അത് മുഴുവനും പോയി. ഇതാ ഉർഖുൽ ബിരിജിലിക് ഹാദാ മുഗ്തസൽ, ഇത് വെള്ളമാണ്, കുളിക്കാനുള്ള. ബാരി തണുത്തത്, വശറാബ് കുടിക്കാനുള്ളതും. അങ്ങനെ അതിൽ നിന്ന് കുടിച്ചു. ഈ സമയം അദ്ദേഹത്തിന്റെ മേലുള്ള എല്ലാ അസുഖവും മാറി, മുമ്പത്തേതിനേക്കാൾ ഉഷാറായി. ഭാര്യ കണ്ടിട്ട് അത്ഭുതപ്പെട്ടതൊക്കെയാണ് പിന്നെ ആ ഹദീസിൽ വിശദീകരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടി കിട്ടിയ കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരു തെളിവ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആയത്തിൽ പറഞ്ഞ കാര്യം,
സഹാബികളുമായി ബന്ധപ്പെട്ട സൂറത്ത് അൻഫാൽ 9-ാമത്തെ ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഓർക്കുക, അള്ളാഹിനോട് സഹായം തേടുകയാണ്. ആ നേരം തന്നെ ഫസ്തജാബലക്കും, അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം? അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ വരുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ അള്ളാഹ് സഹായിക്കും. ആ ബദറിലുള്ള ജയം കിട്ടിയത് ഇപ്പൊ എങ്ങനെയാ? ബദറിൽ സാധാരണഗതിയിൽ ഭൗതികമായ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ബദറിൽ അങ്ങനെയൊന്നും ജയിക്കൂല. കാരണം ഇവര് 313 അവർ1000-ഓളം ഉണ്ട്. അപ്പൊ മുസ്ലിങ്ങളെക്കാൾ 3 ഇരട്ടിയുണ്ട്. പിന്നെ ആയുധങ്ങൾ വളരെ കുറവ്. ഇവരെ യാത്രക്കാരന്റെ ആയുധം, അവർ യുദ്ധം വിചാരിച്ചു പോയതല്ല. എന്നാൽ ശത്രുക്കൾ എല്ലാവിധ ഒരുക്കത്തോടു കൂടി വന്ന. പിന്നെ അവരുടെ അടുത്ത ഒട്ടകം 700 ഉണ്ട്, മുസ്ലിങ്ങൾക്ക് 70 ഉള്ളൂ. മുസ്ലിങ്ങളെക്കാൾ 10 ഇരട്ടി. ഇതുപോലെ ഓരോന്നെടുത്ത് നോക്കിയാലും ഒരു വളരെ പിറകില ഭൗതികമായിട്ട് നോക്കുമ്പോൾ. പിന്നെ എന്തുകൊണ്ടാ ജയിച്ചത്? അതിനുള്ള പലതുണ്ട്. അള്ളഹാനോട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഉത്തരം കൊടുക്കുന്ന 1000 മലക്കുകൾ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടി. മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്ത ഹദീസുകളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ഇവരെ തറ പറ്റിച്ച കാര്യം പിന്നെ സഹാബികൾക്ക് അവരുടെ മുമ്പിൽ അതുണ്ട് അനുഭവമാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്നിട്ട് ഇദ്ദേഹം സ്വഹീൽ ബുഖാരിയുടെ ഹദീസും കൂടി കൊടുക്കുകയാണ് ഈ വിഷയത്തിൽ. എന്ത് അനുഭവം? വലിയൊരു തെളിവാണ് അള്ളാന്റെ അസ്തിത്വത്തിലേക്ക് സൂചന നൽകുന്ന. സ്വഹീൽ ബുഖാരി അനസ് ബിൻ മാലിക് പറഞ്ഞുതരാം. ഇന്ന അറാബിയൻ ദഖല യൗമൽ ജുമഅ, ഒരു അറാബി വെള്ളിയാഴ്ച ദിവസം പള്ളി വന്നു. വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു, റസൂൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല, ആ അറാബി പറയാ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഹലക്കൽ മാൽ, സ്വത്തൊക്കെ നശിച്ചുപോയി, ജാലിയാൽ, കുടുംബങ്ങളൊക്കെ വിശന്ന് വലഞ്ഞിട്ടുണ്ട്, ഫദുല്ലാഹലൻ, അതുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. റസൂല് വളരെ ന്യായമായ കാര്യമാണ് അയാൾ പറഞ്ഞത്. ഉടനെ തന്നെ കൈ ഉയർത്തി മുകളിലേക്ക്, എന്നിട്ട് പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി. ആ നേരം അനസ് ബിൻ മാലിക് പറയാം, ഫസാറ സഹാബ്, ആ നേരം മേഘം എവിടെ നിന്നോ ഇളകിയിട്ട് വന്നു. അംസാലൽ ജിബാൽ, മലകൾ പോലെ. ഫലം യൻസിൽ അൻ മിമ്പരി, റസൂല് ഖുതുബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയില്ല. ഹെത്ത റഅയ്തുൽ മത്തറ യതഹാദറു അലാ ലഹിയത്തി, മഴ പെയ്തിട്ട് റസൂലിന്റെ താടിയിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. വഫിൽ ജുമുഅത്തി സാനിയ, പിന്നെ അടുത്ത വെള്ളിയാഴ്ച, പിന്നെ മഴയോട് മഴ. അടുത്ത വെള്ളിയാഴ്ച ഖാമദാലിക്കൽ അറാബി ഔ വൈറു, ഇതേ അറാബി നാട്ടുമ്പുറത്തുകാർ അല്ലെങ്കിൽ വേറൊരുത്തൻ വന്നിട്ട് വിളിച്ചു പറയാ റസൂലിനോട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, തഹദ്ദമൽ ബിന, ഞങ്ങളുടെ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. അപ്പൊ വരിക്കൽ മാൽ, വെള്ളം കാരണം ധനമൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. ഫദുല്ലാഹലന, അതുകൊണ്ട് ഈ മഴ നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ യദൈഹി, ആ സമയം കൈ ഉയർത്തി. അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹു ഈ മഴ ഞങ്ങൾക്ക് ചുറ്റും മതി, ലാ അലൈന, ഞങ്ങൾക്ക് ഇനി വേണ്ട. ഫമാ യുശീറു ഇലാന, എന്നിട്ട് റസൂൽ ഓരോ സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ സ്ഥലത്തേക്ക് മതി, ഇങ്ങോട്ട് മതി ചൂണ്ടിക്കാണിക്കുക. അനസ് ബിൻ മാലിക് പറയാ, റസൂൽ എങ്ങോട്ടോണ്ടോ ചൂണ്ടിക്കാണിച്ചത്, ഏത് ഭാഗത്തേക്കാണോ ചൂണ്ടിക്കാണിച്ചത് അങ്ങോട്ടേക്ക് മഴ ഇങ്ങനെ നീങ്ങിപ്പോയി. അപ്പൊ ഇത് വലിയൊരു അനുഭവമല്ലേ? ഇത് റബ്ബിനോട് അപ്പൊ തന്നെ റബ്ബ് ഉത്തരം നൽകുന്ന കാര്യമാണ് ഈ പറയണത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ച ഉടനെ ഉത്തരം കിട്ടിയ സംഭവങ്ങൾ പലരും അനുഭവങ്ങൾ പറയാറുണ്ട്. ഇനി ലോകത്തുള്ള നബിമാർക്ക് മാത്രമുള്ള അനുഭവം, അൽ വജുഹുസാനി, ഇവിടെ അനുഭവം 2 നിലക്കാന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഈ അനുഭവം. രണ്ടാമത്തെ അനുഭവം കൂടി പറഞ്ഞ് നമ്മളിന്ന് അവസാനിപ്പിക്കും. അതെന്താ? അന്ന ആയാത്തിൽ അംബിയ അല്ലത്തി തുസമ്മ അൽ മൂജിസാത്ത്, മൂജിസത്തുകൾ എന്ന നിലക്ക് പറയപ്പെടുന്ന അംബിയാക്കരുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. യുസായിദുഹന്നാസ യുസമ്മൂന യസ്മഊന ബി, അല്ലെ ജനങ്ങൾ കാണുന്ന, ജനങ്ങൾ കേൾക്കുന്ന മൂജിസത്തുകൾ. അത് ബുർഹാൻ ഖാത്തി അല വുജൂദി മുർസിലിഹിം, ഇതെന്തുള്ള തെളിവാണ്? ഈ നബിമാരെ അയച്ച ആളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നബിമാരുടെ മൂജിസത്തുകൾ, അവർ കാണിക്കുന്ന അത്ഭുതങ്ങൾ അതുപോലെ ലോകത്തൊരാൾക്കും ചെയ്യാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരെ ഒരു സൃഷ്ടാവാണ് അവരെ അയച്ചത്. അവർ പറയണ്ടല്ലോ ഞങ്ങൾ അയച്ചതാണ്. അതിനവർ തെളിവും കാണിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് അവരെ അയച്ച അള്ളാഹുവാണ് എന്നതിന് ഉറപ്പായിട്ടും നമുക്ക് തെളിവാണ്. എന്നിട്ട് ഒന്ന് മൂസ അലൈഹിസ്സലാമിന്റെ തെളിവ്, ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് അദ്ദേഹം തെളിവ് കൊടുക്കണം. ഫലമ്മാ തറാ അൽ ജംഅനി, ഈ 2 കൂട്ടരും പരസ്പരം കണ്ടു. അതായത് ഫിറൗനും കൂട്ടരും എന്ത് ചെയ്യാണ്? മൂസ അലൈഹിസ്സലാമിനെയും കൂട്ടരെയും പിന്തുടരുകയാണ്. അവസാനം അവർ കടലിന്റെ അടുത്തെത്തി. ഇനി അങ്ങോട്ട് പോകാൻ വയ്യാന്നായി. ആ നേരം മൂസ അലൈഹിസ്സലാമിന്റെ ആൾക്കാർ പറയാൻ, ഖാല അസ്ഹാബ് മൂസ ഇന്നാല മുദറക്കൂൻ, മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞു നമ്മൾ പിടികൂടപ്പെട്ടത് തന്നെ,
ഇനി രക്ഷയില്ല, നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ വയ്യ, അപ്പുറം ഇപ്പുറമൊക്കെ അവരുടെ ആൾക്കാരാണ്. ആ നേരം മൂസ അലൈഹി സ്വലാം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല, ഇന്നമായി റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, തീർച്ചയായും സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. അങ്ങനെ ഫൗഹൈനായില മൂസ, നമ്മൾ മൂസ അലൈഹി സ്വലാമിന് വഹി നൽകി, അനിദ്രിബ് അസാക്കൽ ബഹർ, ആ കടലിൽ താങ്കളുടെ വടി കൊണ്ട് അടിക്കുക. ഫൻ ഫലക, അങ്ങനെ അത് പൊട്ടി. എങ്ങനെ അത് പൊട്ടി? വഴിയായി, 12 വഴികളായി. ഫഖാന കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അലീം, ഓരോന്നും ഇങ്ങനെ വഴിയായി നിൽക്കുമ്പോ ആ വെള്ളം പൊങ്ങി നിൽക്കണല്ലോ, ഓരോന്നും മല പോലെ എന്ന രൂപത്തിലാണ് സൂറത്ത് ശുഅറയിൽ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് കാണുന്നവർക്ക് മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്നത് സത്യം തന്നെയാണ്. മൂസാ നബി പറയണം അള്ളാഹ് തന്നതാണ് ഇത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇപ്പൊ അത് ശരിയാണ്, അള്ളാഹ് മൂസാ നബിനെ അയച്ചത് തന്നെ എന്ന് ഉറപ്പിക്കാവുന്ന തെളിവാണത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയാം. ആയത്തു ഈസ അലൈഹിസ്സലാമിന്റെ ആയത്ത്. കാന യുഹിയിൽ മൗത്ത്, അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും കഴിയാത്ത കാര്യം. ഖബറിൽ ആക്കപ്പെട്ട ആളെക്കായിട്ടാണ് എഴുന്നേൽപ്പിച്ച് കാണിച്ചു കൊടുക്കുക. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിലും അല്ലാത്ത അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അന്നീ ഖദ് ജീഅ്തുകും ബി ആയത്തിൻ മിർ റബ്ബിക്കും, ആലി ഇമ്രാൻ 49-ാമത്തെ ആയത്താണ്. അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹയ്യത്തി തുർ, ഞാൻ നിങ്ങൾക്ക് പക്ഷിയുടെ രൂപത്തിൽ ഒരു കാര്യം മണ്ണുകൊണ്ടുണ്ടാക്കും, എന്നിട്ട് അതിൽ ഞാൻ ഊതിയാൽ ഫയക്കൂനു ത്വയ്റൻ ബീദിനില്ല, അത് പക്ഷിയായി പറന്നു പോകും. ഇതെന്തുകൊണ്ട് എനിക്കിത് കഴിയില്ല? ഇതിന്നെ അള്ളാഹ് അയച്ച അവൻ തന്ന ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇതെന്താ? ഇത് അനുഭവം. ഇത് കാണുന്ന ആൾക്കാർ അവരെ കണ്ണുകൊണ്ട് കാണുകയാണ്. സൃഷ്ടാവിന്റെ അവന്റെ അസ്തിത്വത്തിലേക്കുള്ള തെളിവാണ്. അതുപോലെ ഉപരിയുൽ അക്മഹവൽ അബ്റസ, അതുപോലെ ജന്മന അന്ധനായ ആളെ, അതുപോലെ വെള്ളപ്പാണ്ടുള്ള ആളെ ഒക്കെ ഞാൻ സുഖപ്പെടുത്തും. വഹിയിൽ മൗത്ത, അതുപോലെ ഞാൻ എന്ത് ചെയ്യും? മരിച്ചവരെ ജീവിപ്പിക്കും. ബിദിനിൽ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു തെളിവ് കൂടി അദ്ദേഹം കൊടുക്കും. അതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ ആവശ്യപ്പെട്ടു, താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒരു തെളിവ് വേണം. എന്താ തെളിവ് വേണ്ട? അവർ ആവശ്യപ്പെട്ടെന്നറിയോ? ചന്ദ്രനെ 2 കഷ്ണമായി കാണിച്ചു തരണമെന്നാണ്. ചന്ദ്രനെ പിളർത്തിന് കാണിച്ചു തരണം. ഉടനെ ഫാറാഹുമല്ലായ ഷിഖൈൻ, അവർക്ക് പ്രവാചകൻ കാണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത്? ചന്ദ്രനെ 2 ഭാഗമാക്കിയാണ് കാണിച്ചു കൊടുത്തത്, 2 കഷ്ണമാക്കിയിട്ട്. ഈ ചന്ദ്രൻ പിളർന്ന സംഭവം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, ഖിയാമത്ത് അടുത്തിട്ടുണ്ട്, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ചരിത്രപരമായ തെളിവുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ശാസ്ത്രീയമായിട്ടൊക്കെ തെളിവുണ്ട്. ചില ആൾക്കാർ, വലിയ ചിന്തകന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊക്കെ തന്നെ ചന്ദ്രൻ പിളർന്നത് ശാസ്ത്രീയമായി തെളിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതിനെപ്പറ്റി കൃത്യമായ വിവരം ഖുർആനിലും ഹദീസിലും കണ്ടപ്പോൾ ആ നേരം മുസ്ലിമായ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഏതായാലും ഇതിങ്ങനെ കാണുകയാണല്ലോ. അവർക്ക് ചന്ദ്രൻ പിളർത്തത് ഒരു മനുഷ്യനോട് കഴിയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് റസൂലിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കൊക്കെ പിന്നെ ഓരോ നിമിഷം ഈമാൻ കൂടാനുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ വലിയ പ്രമാണം അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവും, യാതൊരു ഇതുമില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ വേറെ സാഹചര്യങ്ങളാലും വേറെ താല്പര്യങ്ങളാലും ഒക്കെ ഇതിന് മാറി ജീവിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വന്ന സംഭവമൊക്കെ ഏത് വളരെ കഷ്ടപ്പെടുന്ന നേരത്ത്, അവരുടെ കയ്യിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, കുടുങ്ങുന്ന നേരത്ത്, വലിയ വലിയ യാത്രകൾ നടത്തുമ്പോൾ സഹാബികൾ റസൂലിനോട് പരാതി പറയും. ഒരുപാട് അനുഭവം ബുഖാരി മുസ്ലിമിലുണ്ട്. വെള്ളമില്ല, കുളിക്കാനില്ല, വലിയ അശുദ്ധിയുള്ളവരുണ്ടാവും, ഒതുകൊടുക്കാനുള്ളവരുണ്ടാവും, കുടിക്കാൻ വെള്ളം പോകണം, ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ വെള്ളമില്ലെങ്കിൽ റസൂല് എന്ത് ചെയ്യും? കുറച്ച് വെള്ളത്തിൽ കൈ വെക്കുക. ആ കൈയിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടി വരുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇതൊക്കെ സഹാബികൾക്ക്, ഇതൊക്കെ വലിയ വലിയ സംഭവമാണ്. അതുകൊണ്ട് ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഇമാം മുസനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നറിയും. അദ്ദേഹം പറയാം, നമ്മുടെ റസൂലിന്റെ ഈ മുഅ്ജിസത്ത് നബൂൽ മാ മിൻ ബൈനി അസ്ഹാബിഹി, റസൂലിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരിക എന്ന ആ മുഅ്ജിസത്ത്, അത്ഭുതം. അത് അബ്ലഗു ഫിൽ മുഅ്ജിസ മിൻ നബീൽ മാ മിനൽ ഹജർ, പാറയിൽ നിന്ന് വെള്ളം വരുന്നതിനേക്കാൾ വലിയ മുഅ്ജിസത്താണ്. ഹൈസു റബ്ബഹു മൂസ, മുമ്പ് മൂസ അലൈഹിസ്സലാമിനോട് ഇസ്രായേൽ വർഗം വെള്ളം ചോദിച്ചല്ലോ. വൈദിസ്തസ്ക മൂസാലി ഖൗമി എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ബഖറ 60-ാമത്തെ ആയത്തില് മൂസാ നബിയോട് തന്റെ ജനത വെള്ളം ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇൽരിബി അസാക്കൽ അജറ, പാറക്കടിക്കുക വടികൊണ്ട്. ഫം ഫജറത്ത് മിൻ ഉസ്നത അശ്റത ഐന, അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടി വന്നു. ഇതൊരു അനുഭവമാണ്, വലിയ ദൃഷ്ടാന്താണ്. പക്ഷെ അതിലും വലിയ ദൃഷ്ടാന്തമാണ് എന്ത് ഇദ്ദേഹം പറയണം?
വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത്. അതിന്റെ തെളിവ് പാറകൾക്കിടയിൽ നിന്ന് വെള്ളം വരിക എന്ന് ചിലപ്പോ മുമ്പൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ തെളിവ്? സുമ്മ കസത് ഖുലൂബുക്കും, ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോ പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തു പോയി മിമ്പാതി ദാലിക, സൂറത്ത് ബഖറ 73-ാമത്തെ ആയത്താണ്. അങ്ങനെ അവരുടെ ഹൃദയം എങ്ങനെയായി? ഫഹിയക്കൽ ഹിജാറ, അത് പാറ പോലെയായി. ഔ അഷദ്ദു ഖസ്വ, പാറ എന്ന് പറയണ്ട, ഇന്നേക്കാൾ മോശാണ്. കാരണം വൈന്ന മിനൽ ഹിജാറത്തി, പാറകളുടെ കൂട്ടത്തിൽ ഉണ്ട് ലമാ യതഫജ്ജറു മിനുൽ അൻഹാർ, പാറയിൽ നിന്ന് വെള്ളം വരാറുണ്ട്. വൈന്ന മിൻഹാ ലമാ യശഖഖു, ചില പാറ പൊട്ടുകയും ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും. വൈന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ല, വേറെ ചില പാറകളുണ്ട് അള്ളാനെ പേടിച്ചിട്ട് വീഴുന്ന പാറകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ പാറുണ്ടല്ലോ. എന്നാൽ ലോക ചരിത്രത്തിലെ മനുഷ്യന്മാരുടെ കൈയിന്റെ അടിയിൽ നിന്ന് വെള്ളം വന്ന സംഭവം, നമ്മുടെ ശരീരത്തിലൊരു മുറിയൊക്കെ പറ്റിച്ചാൽ ചോര വരും ലേശം, അങ്ങനെയൊക്കെ അല്ലാതെ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലുകൾക്കിടയിൽ നിന്ന്, അതുപോലെ മാംസത്തിനിടയിൽ നിന്ന് 100-300 ആൾക്കാർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളം ഇങ്ങനെ പൊട്ടി വരിക. ഇത് ലോക ചരിത്രത്തിൽ സഹാബികൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ റസൂലിന്റെ മൂജത്ത് ഏറ്റവും വലുത് ഖുർആൻ. ആ ഖുർആൻ അല്ലാത്ത ചില മൂജത്തെടുത്താൽ തന്നെ മുമ്പുള്ള ചില നബിമാർ കിട്ടിയ മൂജത്തിനേക്കാളും മീതയാണെന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവാണിത്. അതുപോലെ ഇമാം ഷാഫി പറഞ്ഞു വേറെ ഉദാഹരണം ഇതുപോലെ. അതെന്താണ്? അചേതന വസ്തുവായ ഒരു മരത്തടി കരഞ്ഞ സംഭവം. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്ത മൂജത്തിന് സമാനമായൊരു മൂജത്ത് വേറെ ഒരാൾക്കും കൊടുത്തില്ല, ഖുർആൻ പുറമുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരാള് പറഞ്ഞു, മൂസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ, അത് സംഭവം തന്നെയല്ലേ. അപ്പൊ അദ്ദേഹം അതിലും വലുത് നമ്മുടെ നബിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതിലും വലുത് അതെന്താ പറയണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ മിമ്പർ, പഴയ മിമ്പർ മാറ്റി പുതിയത് ഉണ്ടാക്കുകയാണ്. ആ നേരം പഴയ മിമ്പർ മാറ്റി വെച്ച് പുതിയ മിമ്പറിൽ ഉദ്ഘാടനം കഴിക്കുമ്പോൾ പഴയ മിമ്പർ ഉറക്ക കരയാൻ തുടങ്ങി. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പള്ളിയിലുള്ളവർ മുഴുവനും അത് കേട്ടു. അപ്പൊ റസൂൽ പുതിയ മിമ്പറിന് ഇറങ്ങിയിട്ട് അതിനോട് ചേർത്ത് പിടിച്ചപ്പോ ഉറക്ക കരയുന്ന ഒരു കുട്ടീനെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച പതുക്കെ ആ കരച്ചിൽ ഇങ്ങനെ നിന്നു പോകുന്നത് പോലെ നിന്നു. ഇത് അചേതന വസ്തുക്കളെ ഇബാദത്തും മറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. എന്തുകൊണ്ടാ കരഞ്ഞത്? ആ മിമ്പറിന്റെ മുകളിൽ വെച്ചാണ് അന്ത്യദൂതൻ ആകാശത്ത് വരുന്ന സന്ദേശങ്ങൾ പറഞ്ഞിരുന്നത്. ആ ഭാഗ്യം തനിക്ക് പോകുകയാണല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഇമാം ഹസനുൽ ബസരി പറയാ, യാ മാഷറൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ, അൽ ഖശബത്ത് തഹിന്നു ഇലാ റസൂലില്ല, ഒരു മരത്തടി പോലും റസൂലിനോട് ഇത്ര സ്നേഹം കാണിക്കുന്നുണ്ട്, നാളെ റസൂലിനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്ന നിങ്ങൾ അതിനേക്കാൾ റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവം, മിമ്പർ കരഞ്ഞ ഈ സംഭവം, അതാണ് ഇമാം ഷാഫി പറയുന്നത്. ഇമാം ഷാഫി ആദ്യം പറഞ്ഞു ആത്ത മുഹമ്മദൻ, ഏത് മാ ആത്ത അള്ളാഹു നബിയൻ മാ ആത്ത മുഹമ്മദ, മുഹമ്മദ് നബിക്ക് കൊടുത്ത അത്ഭുതങ്ങൾ അത് അള്ളാഹു ഒരു നബിക്കും കൊടുത്തിട്ടില്ല. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു ഇമാം ഷാഫിയോട്, അംർ ഇബ്നു സവാദ് പറയാം, ആത്ത ഈസ ഹിയാൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അടയാളം, ദൃഷ്ടാന്തം അള്ളാഹു മൂസാ നബി കൊടുത്തില്ല, അത് വലിയ സംഭവമല്ലേ. അപ്പൊ ഷാഫി പറഞ്ഞു അത്ത മുഹമ്മദൻ ഹനീനൽ ജിസി, ഈ മരത്തടിയുടെ കരച്ചിൽ അത് മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫഹാദ അക്ബറു മിൻ ദാലിക, അതിലും വലിയ തെളിവാണിത്. മറ്റേയാള് അതുവരെ ജീവിച്ചിരുന്ന ആളാണ്, പിന്നെ ജീവിച്ചു എന്നുള്ള വലിയ അത്ഭുതമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഒരിക്കലും ജീവനില്ലാത്ത ഈ അചേതന വസ്തു കരഞ്ഞത് അതിലും വലിയ സംഭവമല്ലേ എന്നാണ് അതിനെപ്പറ്റി ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, അനുഭവത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് നബിമാർക്ക് അള്ളാഹു കൊടുത്ത അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ, അത് ആ പ്രവാചകന്മാരെ അയച്ചവനിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അത് അനുഭവമാണ്, അത് കണ്ടവർക്കും അതിനെപ്പറ്റി കേട്ടവർക്കും. അപ്പൊ ഇങ്ങനെ റബ്ബിന്റെ അസ്തിത്വം തെളിയിക്കുന്ന 4 തെളിവുകളിൽ ഒന്നെന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, അത് ഫിത്രത്ത്, ശുദ്ധമായ പ്രകൃതം. രണ്ടാമത്തേത് അനുഭവം. ഈ ശേഷമുള്ള നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ